കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം, എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അറിവിന്റെ ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പെറു എന്ന രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പെറു എന്ന രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ഭാഷ. ഈ രാജ്യത്തിന്റെ പേര് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പെറു എന്ന രാജ്യത്തിന് ഒരു ഔദ്യോഗിക ഭാഷയുണ്ട്. ആ ഭാഷ ഏതാണ് അല്ലെങ്കിൽ എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം സ്പാനിഷ് ആണ് പെറു എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ. പടിഞ്ഞാറൻ ദക്ഷിണ അമേരിക്കയിലെ ഒരു രാഷ്ട്രമാണ് റിപ്പബ്ലിക് ഓഫ് പെറു എന്ന പേരിൽ അറിയപ്പെടുന്ന പെറു. വടക്ക് ഇക്വഡോർ, കൊളംബിയ, കിഴക്ക് ബ്രസീല്, തെക്ക് കിഴക്ക് ബൊളീവിയ, തെക്ക് ചിലി എന്നീ രാജ്യങ്ങളും പടിഞ്ഞാറ് ശാന്തസമുദ്രം എന്നിവയുമാണ് രാജ്യത്തിന്റെ അതിർത്തികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പെറുവിന്റെ തലസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലിമയാണ്. കറൻസി പെറുവിയൻ സോളാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സ്പാനിഷ് ആണ്. ലോകത്തിലെ പുരാതനമായിട്ടുള്ള ജനസംസ്കൃതികളിൽ ഒന്നായ നോർത്തെ ചിക്കോ നാഗരികതയുടെയും ഇൻക സാമ്രാജ്യത്തിന്റെയും ആസ്ഥാനം കൂടിയായിരുന്നിട്ടുള്ള രാഷ്ട്രമാണ് പെറു. ലോകത്തിലെ 19ാമത്തെ വലിയ രാജ്യം, തെക്കേ അമേരിക്കയിലെ 3ാമത്തെ വലിയ രാജ്യം എന്നൊക്കെ വളരെയധികം പ്രശസ്തിയുള്ളൊരു രാജ്യം കൂടിയാണ് പെറു. പെറുവിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ലിമയാണ്. ഇനി സഹ ഔദ്യോഗിക ഭാഷകളൊക്കെയുണ്ട് പെറുവിന്. ഐമര, മറ്റ് തദ്ദേശ ഭാഷകൾ, കെച്ചുവ എന്നിവയൊക്കെയാണ് പെറുവിന്റെ സഹ ഔദ്യോഗിക ഭാഷകൾ. അപ്പോൾ പെറു എന്ന രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ഭാഷ ഉത്തരം സ്പാനിഷ് ആണ്. ബിറ്റ്കോയിൻ നിയമപരമായിട്ട് ടെൻഡർ പദവി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ബിറ്റ്കോയിന് നിയമപരമായി ടെൻഡർ പദവി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രം ഏത്? ഉത്തരം എൽ സാൽവഡോർ ആണ്. ബിറ്റ്കോയിന് നിയമപരമായിട്ടുള്ള ടെൻഡർ പദവി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മധ്യ അമേരിക്കയിലെ ഒരു രാജ്യമാണ് എൽ സാൽവഡോർ. ഇവിടുത്തെ ആദിമ നിവാസികളായ വംശജര് കുസ്കാറ്റൽ എന്നാണ്, അതായത് പിപ്പിൽ വംശജര് കുസ്കാറ്റൽ എന്നാണ് തങ്ങളുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വംശജരെന്ന് പറയുന്ന പിപ്പിൽ വംശജരാണ്. അപ്പോൾ ഈ വംശജര് കുസ്കാറ്റൽ എന്നാണ് തങ്ങളുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു വന്നിരുന്നത്. പിന്നീട് സ്പെയിൻ എന്ന പേരിലാണ്, അല്ലെങ്കിൽ സ്പെയിൻ ഈ രാജ്യം പിടിച്ചടക്കിയതിന് ശേഷമാണ് ഇത് എൽ സാൽവഡോർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ പ്രൊവിൻഷ്യ ഡി ന്യൂയെസ്ട്രോ സെന്യൂർ ജേസു ക്രിസ്റ്റു എൽ സാൽവഡോർ ഡെൽ മുണ്ടോ എന്ന പുനർനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി. എന്ന് അല്ലെങ്കിൽ ആർക്ക് ശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ഈ രാജ്യം പിടിച്ചടക്കിയതിന് ശേഷം. ഇനി എൽ സാൽവഡോർ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാനം സാൻ സാൽവഡോർ ആണ്. ഔദ്യോഗിക ഭാഷ സ്പാനിഷ് ആണ്. നാണയം US ഡോളറാണ്, അഥവാ ബിറ്റ്കോയിൻ ആണ്. ഇനി ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും. അവർക്ക് വേണ്ടി ബിറ്റ്കോയിൻ എന്താണെന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഇന്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിച്ചു വരുന്ന ഡിജിറ്റൽ നാണയമാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം ബിറ്റ്കോയിൻ എന്താണെന്ന്. പ്രധാനമായിട്ടും ഇന്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായിട്ട് ഉപയോഗിച്ചു വരുന്ന ഡിജിറ്റൽ നാണയമാണ് ബിറ്റ്കോയിൻ. ഇത് ലോഹനിർമ്മിതമായിട്ടുള്ള നാണയമോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചു വരുന്ന നാണയത്തുട്ട് എന്ന് പറയത്തില്ല, അതുപോലെ ലോഹനിർമ്മിതമായിട്ടുള്ള നാണയമല്ല, പേപ്പർ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കറൻസിയോ ഒന്നുമല്ല. പിന്നീട് ഇത് എന്താണ് എന്ന് ചോദിച്ചാലോ, കമ്പ്യൂട്ടർ ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രോഗ്രാം അഥവാ സോഫ്റ്റ്വെയർ കോഡാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായിട്ട് ഉപയോഗിച്ചു വരുന്ന ഡിജിറ്റൽ നാണയമാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഇത് എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ ഇവയെ ക്രിപ്റ്റോ കറൻസി എന്നും പറയുന്നു. അല്ലെങ്കിൽ എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇവയെ ക്രിപ്റ്റോ കറൻസി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇനി ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 2009 ജനുവരി മാസമാണ്. ഏകദേശം 14 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ നിയമപരമായിട്ട് ടെൻഡർ പദവി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രം എൽ സാൽവഡോർ ആണ്. ഇനി കാളപ്പോരാട്ടം ഏത് രാജ്യത്തെ ദേശീയ വിനോദമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കാളപ്പോരാട്ടം ഏത് രാജ്യത്തെ ദേശീയ വിനോദമാണ്? ഉത്തരം സ്പെയിനാണ്. കാളപ്പോരാട്ടം സ്പെയിനിലെ ദേശീയ വിനോദമാണ്. സ്പെയിൻ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് സ്പെയിൻ.
അഥവാ കിങ്ഡം ഓഫ് സ്പെയിൻ എന്നാണ് ഔദ്യോഗിക നാമം. കിഴക്ക് മെഡിറ്ററേനിയൻ കടലും വടക്ക് ഫ്രാൻസ്, അന്റോറ, ബേ ഓഫ് ബിസ്കേയും വടക്ക് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രവും പടിഞ്ഞാറ് പോർച്ചുഗലും ആണ് ഈ രാജ്യത്തിന്റെ അതിർത്തികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മാഡ്രിഡ് ആണ്. ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്. യൂറോപ്യൻ യൂണിയനിൽ ഫ്രാൻസ് കഴിഞ്ഞാൽ സ്പെയിനാണ് ഏറ്റവും വലിയ രാജ്യം. കൂടാതെ രാജഭരണത്തിന് കീഴിലുള്ള പാർലമെന്ററി സർക്കാരാണ് സ്പെയിനിൽ ഭരണം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി സ്പെയിനിനുണ്ട്. സ്പെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. രാജഭരണത്തിന്റെ കീഴിലുള്ള പാർലമെന്ററി സർക്കാരാണ് സ്പെയിനിൽ ഭരണം നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നൊബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നൊബൽ പ്രൈസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നൊബൽ പ്രൈസ് നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ ആരായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നൊബൽ പ്രൈസ് നേടിയിട്ടുള്ള ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ. ഉത്തരം വോൾ സോയിങ്കയാണ് നൊബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ. അപ്പോൾ ഈ ഒരു പേര് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ രചനകളും സൃഷ്ടികളും ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വായിക്കാൻ ശ്രമിക്കും. നൊബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ വോൾ സോയിങ്കയാണ്. ഇനി അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അകിൻവണ്ടേ ഒലുവോലെ ബാബാതുണ്ടെ സോയിങ്ക എന്നാണ്. പേരൊരിക്കൽ കൂടെ പറഞ്ഞുതരാം. അകിൻവണ്ടേ ഒലുവോലെ ബാബാതുണ്ടെ സോയിങ്ക എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു നൈജീരിയൻ കവി, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭാഷാ കവിയും ഇംഗ്ലീഷ് കവിയും നോവലിസ്റ്റും നാടകകൃത്തും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 1986 സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് 1934 ജൂലൈ മാസം 13 അബോകുട്ട, അതായത് ബ്രിട്ടീഷ് നൈജീരിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ജനനത്തിന്റെ വർഷം ഒന്ന് ഓർത്തിരിക്കുന്ന വളരെ നന്നായിരിക്കും. 1934 ജൂലൈ മാസം 13 അബോകുട്ട, അതായത് ബ്രിട്ടീഷ് നൈജീരിയയിലാണ് അദ്ദേഹം ജനിച്ചത്. വിശാലമായിട്ടുള്ള സാംസ്കാരിക വീക്ഷണത്തിനും അസ്തിത്വത്തിന്റെ നാടകത്തെ രൂപപ്പെടുത്തുന്ന കാവ്യാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങൾക്കും ആ വിഭാഗത്തിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഉപസഹാറൻ ആഫ്രിക്കൻ വംശജൻ അല്ലെങ്കിൽ വ്യക്തിത്വം കൂടിയാണ് നേരത്തെ നമ്മൾ കേട്ട വോൾ സോയിങ്ക. അപ്പോൾ നൊബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വോൾ സോയിങ്കയാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു രാജ്യം. നമ്മൾ ആലോചിച്ചാൽ പെട്ടെന്നൊന്നും കിട്ടാത്ത ഒരു ഉത്തരവാണ്. ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു രാജ്യം. ഉത്തരം സ്വിറ്റ്സർലൻഡാണ്. ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്തൊരു രാജ്യം. ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ ഒന്നായ രാജ്യം സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. ഒരു കാലത്ത് ജർമ്മൻ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു. 1291 ഊറി, ഷ്വൈസ്, ഉണ്ടർവാൾഡൻ എന്നീ പ്രവിശ്യകൾ ചേർത്ത് ആക്രമണരഹിതമായിട്ടുള്ള സഖ്യം എന്ന പേരിൽ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കുകയും 1353 ലുസൈനും സൂറിച്ചും ഗ്ലാറ്റുസും സുഗും ബേണും ഈ സഖ്യത്തിൽ ഭാഗമായതോടെ ഒരു സമാധാന സ്വതന്ത്ര രാഷ്ട്രമായിട്ട് സ്വിറ്റ്സർലൻഡ് രൂപപ്പെടുകയും ചെയ്തു. ആയുർദൈർഘ്യത്തിൽ ലോകത്തിൽ തന്നെ 2ാം സ്ഥാനത്ത് ഉള്ള രാഷ്ട്രം കൂടിയാണ് ഇവർ. അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആയുസിന്റെ, അതായത് ദൈർഘ്യം തന്നെയാണ്. ഇനി ഈ രാഷ്ട്രത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ബേണാണ്. വലിയ നഗരം സൂറിച്ചാണ്. പലപ്പോഴും ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പലരും സൂറിച്ച് എന്ന് പറയാറുണ്ട്, തലസ്ഥാനം അല്ല, ബേണാണ്. വലിയ നഗരം സൂറിച്ചാണ്. ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുമ്പോൾ ജർമ്മൻ ഉപയോഗിക്കുന്നവരുണ്ട്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റൊമൻഷ് എന്നൊക്കെ പറയുന്ന ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. പെറു എന്ന രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ഭാഷ സ്പാനിഷ് ആണ്. ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സ്വിറ്റ്സർലൻഡാണ്. കാളപ്പോരാട്ടം ഏത് രാജ്യത്തെ ദേശീയ വിനോദമാണ്? സ്പെയിനിന്റെയാണ്. നൊബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ വോൾ സോയിങ്കയാണ്. ബിറ്റ്കോയിൻ നിയമപരമായ ടെൻഡർ പദവി നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം എൽ സാൽവഡോർ ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വളരെയധികം, അതായത് ഒരുപാട് പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ കണ്ടെത്താം. അവയുടെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.